അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസുകളെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. നീ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ചയ്ക്ക് ധാരാളം പ്രതിഫലങ്ങളുണ്ട്. ഒരുപാട് ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം, സലാത്തുകൾ നിങ്ങൾ ചൊല്ലണം. അതുപോലെ സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പാരായണം ചെയ്യണം. ഈ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കാവൽ നിങ്ങളുടെ മേലുണ്ടാകുന്നതാണ്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് എല്ലാവരും പാരായണം ചെയ്യണം. പാരായണം ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവര് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് എടുത്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ വിരലുകൾ പതുക്കെ ഓടിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് അതിന്റെ കൂലികൾ തരുന്നതാണ്. ഖുർആനിലോട്ട്, പരിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളിലോട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാലും ധാരാളം കൂലി അല്ലാഹു തരുന്നതാണ്. അപ്പൊ വെള്ളിയാഴ്ച വലിയ മഹത്വമുള്ള വെള്ളിയാഴ്ചയാണ്. അത് ഏത് വെള്ളിയാഴ്ച ആകട്ടെ സഹോദരങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. ആ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ആ ദിവസങ്ങൾ നമ്മൾ അലസതയോടുകൂടെ ആ ദിവസങ്ങൾ നമ്മൾ കളയരുത്. രാവിലെ മുതൽ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ തുടങ്ങണം. വെള്ളിയാഴ്ച രാവ് മുതൽ ഇബാദത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവരണം. എന്നാൽ അല്ലാഹു ഈ ലോക വിജയങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ പാഴാക്കി കളയല്ല സഹോദരങ്ങളെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലാൻ പറ്റിയ സമയമാണ് വെള്ളിയാഴ്ച രാവ്. വലിയ മഹത്വമുള്ളതാണ്. ആ ദിവസം നമ്മൾ സലാത്ത് ചൊല്ലിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കേൾക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ വെള്ളിയാഴ്ചയ്ക്ക് ധാരാളം മഹത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നത്തെ പറഞ്ഞു തരാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസം, ഏത് വെള്ളിയാഴ്ച എന്നില്ല, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു അമലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാരോട് കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരോട് ഗ്രന്ഥങ്ങൾ പറഞ്ഞ ഒരു രഹസ്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വെള്ളിയാഴ്ച നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകളും മര്യാദകളും ഉണ്ട്. അതെല്ലാം നമ്മൾ പാലിക്കുക. മഹാന്മാര് പറയുന്ന വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദുഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായ ശുദ്ധിയോടുകൂടി ഒരു വിശ്വാസി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മുകളിൽ അവിടെ പ്രഗൽഭമായ രണ്ട് പേരുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പേരുകളാണ് അഹ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള പേര്. അവർ രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? അഹ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി. ഈ രണ്ട് പേരുകൾ 35 തവണ നല്ല വൈറ്റ് പേപ്പറിൽ, നല്ല വെള്ള പേപ്പറിൽ മുഹമ്മദ് റസൂലുള്ളാഹി, അഹ്മദ് റസൂലുള്ളാഹി ഇങ്ങനെ ഓർഡറിൽ ബിസ്മി ചൊല്ലിയതിനു ശേഷം ഇങ്ങനെ 35 പ്രാവശ്യം നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ വെള്ള പേപ്പർ എടുക്കുക, അതിനകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി, അഹ്മദ് റസൂലുള്ളാഹി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി, അഹ്മദ് റസൂലുള്ളാഹി എന്ന് 35 തവണ നമ്മൾ എഴുതി വെക്കുക. അപ്പൊ ഇങ്ങനെ എഴുതണമെന്ന് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നു. അങ്ങനെ സ്ക്രീനിൽ കൊടുത്തതുപോലെ താഴെ 35 പ്രാവശ്യം നിങ്ങൾ ഓർഡറായി എഴുതുകയും അത് നിങ്ങൾ ചുമന്നു കൊണ്ടുപോവുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സിലോ മറ്റോ നമ്മൾ വെക്കണം. പേഴ്സിൽ വെക്കുകയോ നമ്മൾ മൊബൈലിൽ വെക്കുകയോ, ഇതുകൊണ്ട് നമ്മൾ ബാത്റൂമിൽ പോകാൻ പാടില്ല. ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇതുകൊണ്ട് സഞ്ചരിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് ശുദ്ധി വേണം, വൃത്തി വേണം. അതുപോലെ തന്നെ നമ്മൾ ഇത് കൊണ്ടുപോകുമ്പോഴും ബാത്റൂമിൽ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. കാരണം കൂട്ടക്ഷരങ്ങളാണ്, കൂട്ടിയാണ് എഴുതിയിട്ടുള്ളത്, അക്ഷരങ്ങൾ ചേർത്തുള്ള എഴുത്താണ്. അതുകൊണ്ട് ബാത്റൂമിൽ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. ഇത് എഴുതുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ശുദ്ധി വേണം. അങ്ങനെ ഇത് എഴുതിയിട്ട് ഒരാൾ ചുമന്നു കൊണ്ടുപോയാൽ, അപ്പൊ ഒരാൾ ചുമന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഗുണങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കേട്ടു നോക്ക്. ഒന്നാമത്തെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പ്രത്യേക താല്പര്യം അല്ലാഹു അവന് നൽകുന്നതാണ്. അഥവാ പടച്ചവനെ ഇബാദത്ത് ചെയ്യാൻ ക്ഷീണമുണ്ടാകില്ല.
മടിയുണ്ടാകില്ല. അവൻ ഏത് വഴിക്ക് യാത്ര പോയാലും അല്ലാഹു ബർക്കത്തുകൾ ചെയ്യുകയാണ്. അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ വഴിയിലുള്ള യാത്രയെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നു. ഏതൊരാവശ്യത്തിന് വേണ്ടി പോകുന്നു അതൊക്കെ അല്ലാഹു നടത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ സഹായം അവൻ എപ്പോഴും ഉണ്ടാകുന്നതാണ്. പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും അവനെ അല്ലാഹു കാക്കുന്നതാണ്. ശൈത്താൻ അവനോടൊപ്പം അടുക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചുമന്നുകൊണ്ടുള്ള യാത്ര അവന്റെ ഉദ്ദേശങ്ങൾ നിറവേറുമെന്ന് സാരം. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ യാത്രകൾ ചെയ്യുന്നില്ലല്ലോ. അവര് ചെയ്യേണ്ടിയുള്ളത് ഈ എഴുതി വെച്ച തലമാരയിലോ മറ്റോ സൂക്ഷിച്ചു വെച്ചാലും അല്ലാഹു ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാനുള്ള മടി അല്ലാഹു എടുത്തു മാറ്റും. അല്ലാഹു ക്ഷീണമുണ്ടാവുകയില്ല, മടിയുണ്ടാവുകയില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അല്ലാഹു ബർക്കത്ത് ചെയ്യും. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. എവിടെ പോയാലും അവർക്ക് അല്ലാഹു എന്ത് ചെയ്യുന്ന സർവ്വ അനുഗ്രഹങ്ങളും ചെയ്യുന്നു. ശൈത്താനിൽ നിന്ന് കാക്കപ്പെടുന്നു. അല്ലാഹുവിന്റെ പ്രത്യേക കാവലോട് ഉണ്ടാകുന്നു. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാമങ്ങൾ എഴുതി വെച്ച പേപ്പർ എല്ലാ ദിവസവും തുറന്നു വെച്ചിട്ട് ഒരു വിശ്വാസി നോക്കിയാൽ, എപ്പോഴാണ് നോക്കേണ്ടിയുള്ളത്? സൂര്യോദയ സമയത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അതിൽ നോക്കിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എഴുതി വെച്ച പേപ്പർ സൂര്യോദയ സമയത്ത് എടുത്തു വെച്ചതിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നോക്കി വായിച്ചാൽ, അപ്പൊ ഇത് വായിക്കാൻ അറിയാവുന്നവർ കാണാം. വായിക്കാൻ അറിയാത്തവർ അത് നോക്കി സലാത്ത് ചൊല്ലിയാലും മഹാന്മാര് പറയുന്ന ഗുണങ്ങൾ നിങ്ങൾ കേട്ടോ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, അല്ലാഹുവിനെ എല്ലാ വിഷയങ്ങളിലും ബർക്കത്ത് ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ രക്ഷപ്പെടുത്തുന്നതാണ്. ശൈത്താൻ അടുക്കുകയില്ല. അതുപോലെ അല്ലാഹുവിന്റെ കാവലുണ്ടാകും. എല്ലാ മേഖലകളിലും അല്ലാഹു പ്രത്യേകം ബർക്കത്ത് ചെയ്യുന്നതാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പടച്ചവൻ അവന് ക്ഷീണം കൊടുക്കുകയില്ല, ക്ഷീണമുണ്ടാവുകയില്ല, മടിയുണ്ടാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി, അഹ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതി വെച്ചാലുള്ള ഗുണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നതോറും ധാരാളം ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ എഴുതി വെച്ചത് എല്ലാ ദിവസവും എടുത്ത് നോക്കി വായിക്കുകയാണെങ്കിൽ പിന്നെയും ഗുണങ്ങൾ ധാരാളമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രാവശ്യം കാണാൻ അല്ലാഹു ഭാഗ്യം നൽകുന്നതാണ്. സ്വപ്നത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ അല്ലാഹു ഭാഗ്യം നൽകുന്നതാണ്. അപ്പൊ ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് അനുഗ്രഹങ്ങൾ വരാനുള്ള ഓരോ അമലുകളും നമുക്ക് പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് ശുദ്ധി വേണമെന്നേ ഞാൻ പറഞ്ഞോളൂ. വായിക്കുന്ന സമയത്ത് നമുക്ക് പീരീഡ് ടൈം ആണെങ്കിലും വായിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വായിക്കുന്ന സമയത്ത് പീരീഡ് ടൈം ആണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വായിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എഴുതുന്ന സമയത്ത് നമ്മൾ ശുദ്ധി ഉണ്ടായിരിക്കണമെന്നാണ്. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹി, അഹ്മദ് റസൂലുള്ളാഹി ഈ വചനങ്ങൾക്ക് ധാരാളം മഹത്വമുണ്ട്. അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു ഇതൊക്കെ ഒരു സാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ, ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചെല്ലുന്ന ദിക്റുകളും അദ്കാറുകളും സലവാത്തുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇരുലോക വിജയികളുടെ ഓട്ടത്തിൽ ഞങ്ങൾ എത്താനൊരു കാരണമാക്കണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. അല്ലാഹുവേ, നീ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഞങ്ങളോട് പറയുന്ന പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ദുആകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവർ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അവിടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങൾ ഈ വീഡിയോകൾ കേട്ടിട്ട് മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നവർ, ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് പടച്ചവനെ. ഒരുപാട്
സഹോദരങ്ങളെ സഹോദരിമാരുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നൽകണേ അല്ലാ. ആപത്തുകളെ തൊട്ട് കാക്കണേ പടച്ചവനെ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെയൊക്കെ നീരിലോക വിജയികളുടെ കൂട്ടത്തിൽ എത്തിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, ഖാലിഖായ റഹ്മാനെ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനുകളും അദ്കാറുകളും സലവാത്തുകളെല്ലാം ഞങ്ങൾ ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാ. അല്ലാഹു അവകളെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, ഇതിന്റെ എല്ലാവിധ തവാബ് ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോടെ ഖബറുകളിൽ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹുവേ സകലതിനെയും നീ കാക്കണേ റഹ്മാനെ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് പേര് ഞങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവിടെ എല്ലാ ഹലാലായ മുറാദുകളും നീയാണ് റബ്ബേ അറിയുന്നവൻ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, അവർ ഏതൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അതിലൊരാളെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. അതിൽ രോഗികളുണ്ട് റഹ്മാനെ, നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ലാ, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവകളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചെല്ലുന്ന സലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാകാൻ ഒരു കാരണമാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസുകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ, അവർക്കെല്ലാം സാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാ. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. പടച്ചവനെ, ഖാലിഖായ റബ്ബേ, കരുണയുള്ള റഹ്മാനേ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാ. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ അല്ലാ. അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ. അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ യാത്ര ചെയ്യാൻ നീ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ അല്ലാ. പടച്ചവനെ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. റബ്ബേ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. ഉള്ള സമ്പത്തിൽ വർദ്ധ
വർദ്ധനവ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ദുനിയാവും ആഖിറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.